ഒരു നാട് മുഴുവൻ ഉള്ളുരുകി നടത്തിയ പ്രാർത്ഥനകൾക്കും ദിയാദനം ശേഖരിക്കാനായി നടത്തിയ ശ്രമങ്ങൾക്കും ഒടുവിൽ ശുഭാന്ത്യം. 18 വർഷത്തിലേറെയായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൽ റഹീമിൻ്റെ വധശിക്ഷ റിയാദ് ക്രിമിനൽ കോടതി റദ്ദാക്കി. രാവിലെ റിയാദ് ക്രിമിനൽ കോടതിയിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ റഹീമിനെ ഹാജരാക്കിയിരുന്നു. ഇരുവിഭാഗം വക്കീലുമാരും കോടതിയിലെത്തി. ദയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട ബാലൻ്റെ കുടുംബം കോടതിയെ അറിയിച്ചതോടെയാണ് ശിക്ഷ റദ്ദാക്കിയത്. ഇതോടെ റഹീമിൻ്റെ മോചനം ഉടൻ സാധ്യമാകും. 15 മില്യൺ റിയാൽ, ഏകദേശം 34 കോടി ഇന്ത്യൻ രൂപയാണ് കൊല്ലപ്പെട്ട അനസ് അൽ ഷെഹ്റിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. റഹീം സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ക്രൗഡ് ഫണ്ടിംഗ് വഴി ഈ തുക കണ്ടെത്തുകയും കഴിഞ്ഞ മാസം 3-ന് അത് റിയാദ് ക്രിമിനൽ കോടതിയിൽ കെട്ടിവെക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരി, റഹീം കേസിലെ അറ്റോർണി സിദ്ദീഖ് തുവ്വൂർ എന്നിവർ റിയാദ് ഗവർണറേറ്റിലെത്തിയാണ് റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരിലുള്ള ചെക്ക് കൈമാറിയത്. ഇതോടെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായി. റഹീമിന് മാപ്പ് നൽകിയുള്ള കുടുംബത്തിൻ്റെ സമ്മതപത്രം ഉടൻ റിയാദ് കോടതി റിയാദ് ഗവർണറേറ്റിന് കൈമാറും. ഇതോടെ റഹീമിന് ഉടൻ നാട്ടിൽ തിരിച്ചെത്താനാകും. ജയിൽ മോചനം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ കോടതി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഹീമിന് മാപ്പ് നൽകാമെന്ന് ഇന്ന് ഉച്ചയോടെയാണ് കുടുംബം റിയാദ് കോടതിയിലെത്തി ഔദ്യോഗികമായി അറിയിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേസ് കോടതി പരിഗണിച്ചപ്പോൾ കുടുംബം എത്തിയിരുന്നില്ല. തുടർന്നാണ് കേസ് ഇന്നും വീണ്ടും പരിഗണിച്ചത്. 2006 നവംബർ 28-നാണ് സൗദി പൗരൻ്റെ ഭിന്നശേഷിക്കാരനായ മകൻ അനസ് അൽ ഷെഹ്രി വാഹനത്തിൽ മരണപ്പെട്ടത്. തുടർന്ന് 2011 ഫെബ്രുവരി 2-നാണ് റിയാദ് ജനറൽ കോടതി അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചത്. 2022 നവംബർ 15-ന് സുപ്രീം കോടതിയും വധശിക്ഷ ശരിവെച്ച് ഉത്തരവിടുകയായിരുന്നു. ഏറെ ആശ്വാസകരമായ ഉത്തരവാണ് ഇന്ന് റിയാദ് ക്രിമിനൽ കോടതിയിൽ നിന്നുണ്ടായതെന്ന് റഹീം സഹായ സമിതി ഭാരവാഹികൾ പ്രതികരിച്ചു. Waytonikah.com, the exclusive Muslim matrimonial site.